ഇരു സംസ്ഥാനങ്ങളിലും അടിച്ചു കയറി പോവുകയാണ് പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. പോളിംഗ് അവസാനിക്കാൻ 2 മണിക്കൂർ മാത്രം സമയമുള്ളപ്പോൾ തമിഴ്നാട്ടിൽ 70%-ലേറെയും പശ്ചിമബംഗാളിൽ 80%-തിനടുത്തും ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പശ്ചിമബംഗാൾ 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ചെന്നൈ സാലിഗ്രാമിൽ ഗായിക കെ എസ് ചിത്ര വോട്ട് രേഖപ്പെടുത്തി. നമ്മൾ അല്പസമയം മുൻപ് പ്രതികരണം കാണുകയും ചെയ്തു. പ്രതിനിധികളുണ്ട് വിവിധയിടങ്ങളിൽ നിന്ന്. ആദ്യം പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്, ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ്, നേരത്തെ നന്ദിഗ്രാമിലായിരുന്നു, ഇപ്പോഴെവിടെയാണ് ശ്രീനാഥ് ഉള്ളത്? വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ബംഗാൾ എത്തുന്നു എന്നതാണ് ഒന്നാം ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ബംഗാളിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെ തന്നെ ശക്തമായൊരു പോളിംഗ് ഈ ഘട്ടത്തിലുണ്ട്. ഇനിയിപ്പോൾ പോളിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. ആ സമയത്ത് പോലും 80%-ന് മുകളിൽ ഇപ്പോൾ തന്നെ പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക്. 78% ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അത് ഇതിനോടകം തന്നെ 80% കഴിഞ്ഞ് കാണും എന്നതാണ് ഇപ്പോഴുള്ള അനുമാനം. അതൊരു 85%-ന് മുകളിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ ക്യൂ പ്രകടമായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. പൊതുവെ സമാധാനപരമായി പോളിംഗ് മുന്നോട്ട് നീങ്ങി. പക്ഷേ എന്നാൽ പോലും മുർഷിദാബാദിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇന്നലെ രാത്രി വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുർഷിദാബാദിൽ ഒരു പെട്രോൾ ബോംബ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് അവിടെ പരിക്കേറ്റിരുന്നു. അവിടേക്ക് രാവിലെ തൃണമൂൽ കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച AUP പാർട്ടി നേതാവ് ഹുമയൂൺ കബീർ അങ്ങോട്ടേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചില തർക്കങ്ങൾ ഉണ്ടായി. AUP പ്രവർത്തകരും TMC പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ട്. അവിടെ സുരക്ഷാ സേന എത്തി അവരെ പിന്തിരിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. മറ്റൊരിടത്ത് CPIM പ്രവർത്തകരുമായും TMC പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വിവരവുമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇപ്പോൾ BJPയുടെ അഗ്നിമിത്ര എന്ന MLA-യുടെ വാഹനത്തിന് നേരെ ബംഗാളിൽ ആക്രമണം നടന്ന വിവരം കൂടി പുറത്തു വന്നു. കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അസൻസോളിൽ വെച്ചാണ് ഈ സംഘർഷം ഉണ്ടായത്. ഒപ്പം മുർഷിദാബാദിൽ ഒരു പോളിംഗ് ബൂത്തിലെ മെഷീൻ അത് 4 തവണ മാറ്റിയിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിവരം കൂടിയുണ്ട്. അതിൽ ഇപ്പോൾ മുർഷിദാബാദിലുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും സ്ഥാനാർത്ഥിയുമായ അധിർ രഞ്ജൻ ചൗധരി ഉദ്യോഗസ്ഥരെ വിളിച്ച് വിഷയം സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പൊതുവെ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു വലിയ സംഘർഷമൊന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. മുർഷിദാബാദിൽ മാത്രമാണ് അങ്ങിങ്ങായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നാൽ പോലും അതൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.